US പൗരത്വം നേടുന്നതിന് തെറ്റായ വിവരങ്ങൾ നൽകുന്ന വിദേശികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അല്ലെങ്കിൽ USCIS തീരുമാനിച്ചിരിക്കുകയാണ്. തട്ടിപ്പ് നടത്തി പൗരത്വം നേടാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ ശക്തമായ പരിശോധനകൾ പുനഃസ്ഥാപിച്ചതായും കുടിയേറ്റ ആനുകൂല്യങ്ങൾക്കായി തെറ്റായ വിവരങ്ങൾ നൽകുന്നവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും USCIS മുന്നറിയിപ്പ് നൽകുന്നു. ഓഗസ്റ്റ് 20 പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്. നിയമപരമായ ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് USCIS വ്യക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നവരെ നേരത്തെ കണ്ടെത്തി തടയുന്നതിന് ശക്തമായ സ്ക്രീനിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും USCIS അറിയിക്കുന്നു. നിയമപരമായ ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കും. ദോഷകരമായ ഉദ്ദേശങ്ങളോടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താനും അവരെ തടയാനും ശക്തമായ സ്ക്രീനിംഗ് സംവിധാനം ഞങ്ങൾ പുനഃസ്ഥാപിച്ചു. കുടിയേറ്റ തട്ടിപ്പ് ഗൗരവമായി കാണുന്ന കുറ്റകൃത്യമാണ്. തെറ്റായ വിവരങ്ങളോ വഞ്ചനാപരമായ രീതികളോ ഉപയോഗിച്ച് കുടിയേറ്റ ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന വിദേശികൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും, USCIS വാർത്താക്കുറിപ്പിൽ പറയുന്നു. US പൗരന്മാരായി വേഷമിട്ട് വോട്ട് ചെയ്യാനും സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ നേടാനും ശ്രമിക്കുന്നവരെ തടയുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയതായും അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി USCIS പോളിസി മാനുവൽ വോളിയം 8 പാർട്ട് K ചാപ്റ്റർ 2 എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തി. പുതിയ നയം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും പ്രസിദ്ധീകരണ തീയതിക്ക് ശേഷം ഫയൽ ചെയ്ത അപേക്ഷകൾക്കും ഇത് ബാധകമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. US പൗരത്വത്തെക്കുറിച്ചുള്ള വ്യാജ അവകാശവാദങ്ങൾ പോളിസി മാനുവലിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മാറ്റർ ഓഫ് ഷാങ് എന്ന കേസിനെ കുറിച്ചും USCIS പുതിയ മാർഗനിർദ്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ കേസിൽ പ്രതിയായ ജുൻയുൻ ഷാങ് US പൗരനാണെന്ന വ്യാജ അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ഇയാളെ നാട് കടത്താൻ കോടതി ഉത്തരവിട്ടു. എന്താണ് മാറ്റർ ഓഫ് ഷാങ് എന്ന കേസ് എന്ന് കൂടി നോക്കാം. 1991 ജൂണിൽ ഷാങ് നിയമപരമായി അമേരിക്കയിൽ സ്ഥിരതാമസത്തിനായി എത്തിയതാണ്. പിന്നീട് ഇമിഗ്രേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ സർവീസസുമായി ബന്ധമുള്ള ഒരാളിൽ നിന്ന് ഷാങ് ഒരു പൗരത്വ സർട്ടിഫിക്കറ്റ് വാങ്ങി. എന്നാൽ ഇയാൾ നിയമവിരുദ്ധമായി സർട്ടിഫിക്കറ്റുകൾ വിൽക്കുന്നതിന് ശിക്ഷിക്കപ്പെട്ടു. ഷാങ് നിയമവിരുദ്ധമായും മാർഗങ്ങളിലൂടെയാണ് ഫോം N-550 നേടിയതെന്ന് പിന്നീട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തി. കൂടാതെ ഷാങ് പൗരത്വ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ല. ഇംഗ്ലീഷ് സിവിക് പരീക്ഷകളിൽ വിജയിക്കാൻ ഷാങ്ങിന് കഴിഞ്ഞതുമില്ല. കൂടാതെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനോ അഭിമുഖത്തിൽ പങ്കെടുക്കാനോ കഴിഞ്ഞില്ല. താൻ തെറ്റായ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും ആനുകൂല്യങ്ങൾ നേടാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഷാങ് വാദിച്ചു. എന്നാൽ ഷാങ്ങിന്റെ വാദം കോടതി തള്ളി. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ 237(3)(d) പ്രകാരം ഷാങ്ങിനെ അമേരിക്കയിൽ നിന്ന് നാടുകടത്താൻ ഉത്തരവിട്ടു. US പൗരത്വത്തെക്കുറിച്ച് കൂടി നോക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 8,18,500 പേർക്ക് US പൗരത്വം ലഭിച്ചു. ഇത് മുൻ വർഷത്തേക്കാൾ 7% കുറവാണ്. എന്നാൽ കോവിഡിന് മുൻപുള്ളതിനേക്കാൾ 12% കൂടുതലാണ്. US പൗരത്വം ലഭിക്കാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്നാമതായി USൽ ജനിക്കുക. ഇതിനെ ജന്മാവകാശ പൗരത്വം എന്ന് പറയുന്നു. രണ്ടാമതായി നിയമപരമായ കുടിയേറ്റക്കാർക്ക് ഒരു നിശ്ചിത കാലയളവിന് ശേഷം പൗരത്വത്തിന് അപേക്ഷിക്കാം. ഇതിനെ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.